ജ്ഞാനത്തിൻ്റെ പുസ്തകം. നീതിയെക്കുറിച്ച്, അമർത്യതയെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച്, ദൈവിക ജ്ഞാനത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളുടെ സമാഹാരമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം. ജ്ഞാനം രക്ഷയുടെ മാധ്യമമായിട്ട് അവതരിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവിക മഹത്വത്തിൻ്റെ പ്രതിഫലനമാണ്, മനുഷ്യനെ മുഴുവൻ നയിക്കുന്ന ശക്തിയാണ്. ഇതിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുക, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അമർത്യതയ്ക്ക് വേണ്ടിയാണ്. നീതിമാനായവൻ നിത്യമായിട്ട് ജീവിക്കുന്നു. അവൻ ദൈവത്തിൻ്റെ ഐക്യത്തിലേക്ക്, അമർത്യതയിലേക്ക്, ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക് കടന്നു വരുന്നു. അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നാണ് പുസ്തകം പറയുക. ദൈവവുമായിട്ടുള്ള ശാശ്വതമായ സമ്പർക്കം, ഈ ജീവിതം ഇഹലോകത്തിൽ തീരില്ല എന്നുള്ളൊരു ഉറപ്പ്, അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം കൊടുക്കുക. അതുകൊണ്ട് തന്നെ നീതിമാന്റെ സഹനം താൽക്കാലികമാണ്. വിഡ്ഢി അത് തെറ്റിദ്ധരിച്ചേക്കാം, പക്ഷെ നീതിമാന് അത് വിജയത്തിൻ്റെ തുടക്കം മാത്രമാണ്. തന്നെ ശുദ്ധീകരിക്കാൻ, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ. ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ സാർവത്രികമായിട്ടുള്ള നീതിയിലേക്ക് അവൻ കടന്നു വരുന്നു. അവൻ ദൈവത്തോട് ഒന്നായി തീരുന്നു. നീതിബോധത്തോടു കൂടി സഹനങ്ങളെ രക്ഷാകരമാക്കി സ്വീകരിച്ചുകൊണ്ട് ഈ നോമ്പുകാല യാത്ര നമുക്കും അനശ്വരതയുടെ മാധ്യമമാക്കി മാറ്റാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.